അഖിൽ മാരാർ മുഖ്യമന്ത്രി വിവാദമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം. മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകില്ല എന്നും പകരം താൻ സ്വന്തമായി വീട് വെച്ച് നൽകുമെന്നുമായിരുന്നു അഖിൽ മാരാരുടെ പ്രഖ്യാപനം. പിന്നാലെ നിരവധി ചർച്ചകളും അഖിൽ മാരാരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചില ചോദ്യങ്ങൾ അഖിൽ മാരാർ ഉന്നയിച്ചിരുന്നു. തന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൃത്യമായി നൽകുകയാണെങ്കിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം കൊടുക്കുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നു. പിന്നാലെ മുഖ്യമന്ത്രിയുടെ മറുപടിയും അഖിൽ മാരാർക്ക് ലഭിച്ചു. KSFക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തത് 81.43 കോടി രൂപയാണ്. എനിക്കിത് മനസ്സിലായിട്ടില്ല, ഇതെന്താ സംഭവം എന്നുള്ള കാര്യം. ഇത് എന്റെ അറിവില്ലായ്മയായിരിക്കാം, എന്റെ തെറ്റായിരിക്കാം. 81.43 കോടി രൂപ KSFക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നു. ഇത് എന്തടിസ്ഥാനത്തിലാണോ? KSFയുടെ കാര്യം സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ഒരു വ്യാജ പ്രചരണമാണ്. CMDRFൽ നിന്നും KSFക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ 81.43 ലക്ഷം രൂപ അനുവദിച്ചു എന്നത്. ഈ പ്രചരണം പല രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഇത് തീർത്തും തെറ്റായതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം നടത്തുന്നതുമായ പ്രചരണമാണ്. ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ KSFക്ക് നൽകിയ തുകയാണ്. കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ 81.43 ലക്ഷം രൂപ KSFക്ക് നൽകി. ഇതുവഴി ആകെ 47,673 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ നൽകാനുമായി. എന്നാൽ 1 ലക്ഷം രൂപ നൽകാമെന്ന ഭാഗം പങ്കുവച്ചതിന് പിന്നാലെ അഖിൽ മാരാർ ആ ഭാഗം മാത്രം ഒഴിവാക്കിയിരുന്നു. ഇത് ചിലർ കമന്റ് ബോക്സിൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ വീണ്ടും കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതിന് നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് പണം നൽകുന്നത് ആരെയും അറിയിക്കേണ്ട എന്ന് തോന്നി, അത്രമാത്രം. സഖാക്കൾക്ക് ഇനി അറിയിച്ചേ പറ്റുമെങ്കിൽ ആ ഭാഗം അതുപോലെ കൂട്ടിച്ചേർത്തു എന്നായിരുന്നു. ഇപ്പോഴിതാ ഏറെ വിമർശനങ്ങൾ പിണറായി സർക്കാരിനെതിരെ ആരോപിച്ചതിനൊടുവിൽ അഖിൽ മാരാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ നൽകിയിരിക്കുകയാണ്. അഖിൽ മാരാർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അതിന്റെ റെസിപ്റ്റും പങ്കുവച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് യാതൊന്നും തന്നെ സംഭാവന ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ അഖിൽ മാരാർ ഒടുവിൽ സംഭാവന നൽകി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം നൽകിയതിന്റെ റെസിപ്റ്റ് പങ്കുവെച്ചുകൊണ്ട് അഖിൽ മാരാർ കുറിച്ചത് ഇങ്ങനെയാണ്: എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും പഞ്ചപുച്ഛമടക്കി വോട്ട് ചെയ്യുന്ന കഴുതകളായ ജനങ്ങളാണ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി. തെറ്റുകളെ ചോദ്യം ചെയ്യാനുള്ള ഭയം ഇവരിൽ സൃഷ്ടിച്ചെടുത്തതാണ്. പാർട്ടിയുടെ നയത്തെ എതിർത്ത യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ വെട്ടിയൊതുക്കി യാതൊരു കമ്മ്യൂണിസ്റ്റ് മൂല്യവും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രിയായി പിണറായി തുടരുമ്പോൾ ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയല്ലേ എന്ന വാദത്തിന് പ്രസക്തി നഷ്ടപ്പെടുന്നത് ഇന്നലകളിലെ പ്രവൃത്തിയാണ്. പ്രളയത്തിന്റെയും കോവിഡിന്റെയും സമയം ലഭിച്ച തുക എവിടെ ചിലവഴിച്ചു എന്ന ചോദ്യത്തിന് മറുപടി നൽകാതെ ഉരുണ്ടു കളിച്ചവർ വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ രാഷ്ട്രീയം പറയരുത് എന്ന വാദങ്ങൾ നിരത്തി മുങ്ങുകയല്ല വേണ്ടത്. അഭിമാനത്തോടെ ആത്മധൈര്യത്തോടെ ഇന്നലകളിൽ ചിലവഴിച്ച കണക്കുകൾ പുറത്തുവിട്ട ശേഷം സർക്കാരിനെ സഹായിക്കാൻ പറയണം എന്ന് അഖിൽ മാരാർ കുറിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം നൽകേണ്ട എന്ന വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞതിന് എനിക്കെതിരെ കേസെടുത്തു. ഒരാളോട് പോലും കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പകരം 3 വീടുകൾ വെച്ച് നൽകുമെന്ന് പറഞ്ഞു. കണക്കുകൾ 6 മാസത്തിനുള്ളിൽ പ്രസിദ്ധീകരിച്ചാൽ വീട് വെക്കാനുള്ള തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തന്നെ ഇടാൻ തയ്യാറാണ് എന്ന് അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ഉയർത്തിയ സംശയങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തതോടെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. 2019 വരെ ചെലവഴിച്ച കണക്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് പൂർത്തിയായി. അത് നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്, KSF കുട്ടികൾക്ക് പഠിക്കാൻ ലാപ്ടോപ്പ് നൽകിയതിന് 81 കോടി നൽകി. എന്നാൽ ഇത് വലിയൊരു അഴിമതിയാണോ അല്ലയോ എന്നത് പ്രതിപക്ഷം പഠിക്കണം. അതായത് കോക്കോനിക്സ് എന്ന കമ്പനി ഉണ്ടാക്കിയ തട്ടിക്കൂട്ട് ലാപ്ടോപ്പുകൾ KSF വഴി കുട്ടികൾക്ക് നൽകി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ 70% ലാപ്ടോപ്പുകളും നശിച്ചു. പരാതിയുമായി അലഞ്ഞ പാവങ്ങളെ KSFയും കമ്പനിയും ചതിച്ചുവെന്ന് കുട്ടികളും രക്ഷിതാക്കളും പറയുന്നു. കോക്കോനിക്സ് കമ്പനിയുടെ ഒരു മേജർ ഷെയർ KSIDCയുടെ കൂടിയാണ്. KSIDCയും മുഖ്യമന്ത്രിയും മകൾ വീണയുമായും ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ നേരത്തെ നമുക്ക് മുന്നിലുണ്ട്.
അതുകൊണ്ട് ഈ ലാപ്ടോപ്പുകൾ ആർക്കൊക്കെ ലഭിച്ചു, ലഭിച്ചവരുടെ പിന്നീടുള്ള അവസ്ഥ, ഇക്കാര്യങ്ങൾ പൊതുജനമധ്യത്തിൽ കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിയട്ടെ എന്നും അഖിൽ മാരാർ കുറിപ്പിനൊപ്പം ചേർക്കുന്നു. ദുരിതാശ്വാസ നിധിയിൽ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും മാധ്യമങ്ങളും സൂപ്പർ താരങ്ങളും ഒക്കെ പറഞ്ഞിട്ടും ആരും പണം ഇടുന്നില്ല. അബ്ദുൾ റഹ്മാനു വേണ്ടി 4 ദിവസം കൊണ്ട് 34 കോടി സ്വരൂപിച്ച നാട്ടിൽ ഇത്ര വലിയ ദുരന്തമുണ്ടായിട്ടും പലരും പണം കൊടുക്കാൻ മടിക്കുന്നത് ഭരിക്കുന്ന ആളുടെ പ്രവൃത്തി കൊണ്ടാണ് എന്നും അഖിൽ മാരാർ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഇന്നലെ കാണിച്ച ഒരു ജനാധിപത്യ മര്യാദയുടെ ഭാഗമായി എനിക്ക് തോന്നിയതുകൊണ്ട് ആ മര്യാദ തിരിച്ചും കാണിക്കുന്നു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട സഹായങ്ങൾക്ക് എന്റെ ഭാഗത്തുനിന്നും ഒരു ചെറിയ പിന്തുണ. ജില്ലാ ഭരണകൂടമായി സഹകരിച്ച് അർഹതപ്പെട്ടവർക്ക് നേരിട്ട് തന്നെ വീട് വെച്ച് നൽകുമെന്നും അഖിൽ മാരാർ പറയുന്നു. കൂടാതെ കേസെടുത്ത് വിരട്ടാൻ നോക്കിയപ്പോൾ ഞാൻ പ്രതികരിച്ചതും മുഖ്യമന്ത്രി മറുപടി നൽകിയപ്പോൾ ഞാൻ പ്രതികരിച്ചതും 2 രീതിയിലാണെന്നും അഖിൽ മാരാർ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് മഹാരാജാവ് ചമയാതെ മനുഷ്യനായി മര്യാദക്കാരനായി ജനങ്ങളെ സ്നേഹിക്കാൻ നോക്ക്, ജനങ്ങൾ കൂടെ ഉണ്ടാകുമെന്നും അഖിൽ മാരാർ പറയുന്നു. ബാക്കി കണക്കുകൾ പുറത്തു വന്ന ശേഷം അടുത്ത തിരഞ്ഞെടുപ്പ് മറക്കണ്ട. കൂടാതെ കേസെടുത്ത് വിരട്ടാൻ നോക്കിയപ്പോൾ ഞാൻ പ്രതികരിച്ചതും മുഖ്യമന്ത്രി മറുപടി നൽകിയപ്പോൾ ഞാൻ പ്രതികരിച്ചതും 2 രീതിയിലാണെന്നും അഖിൽ പറയുന്നു. അതുകൊണ്ട് മഹാരാജാവ് ചമയാതെ മനുഷ്യനായി മര്യാദക്കാരനായി ജനങ്ങളെ സ്നേഹിക്കാൻ നോക്കെന്നും ജനങ്ങൾ കൂടെ ഉണ്ടാകുമെന്നും അഖിൽ മാരാർ പറയുന്നു. ബാക്കി കണക്കുകൾ പുറത്തു വന്ന ശേഷം അടുത്ത തിരഞ്ഞെടുപ്പ് മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു അഖിൽ മാരാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ഒപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ നൽകിയതിന്റെ റെസീപ്റ്റും താഴെ തന്നെ നൽകിയിട്ടുണ്ട്.